ഫേസ് ക്യാം ഇല്ല. കാരണം ഫേസ് ക്യാം ഞാൻ ഇടുന്നില്ല. കാരണം ഫേസ് ക്യാം ഇട്ട് കഴിഞ്ഞാൽ കുറേ എന്താ പറയാ, കുറേ ആൾക്കാർക്ക് അതൊരു ഇതായിട്ട് തോന്നും. അതുകൊണ്ട് ഫേസ് ക്യാം ഇല്ല. ഫേസ് ക്യാം ഇല്ലാണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. സോറി, ഫേസ് ക്യാം ഉണ്ടാവില്ല. അപ്പോൾ ഫേസ് ക്യാം ഇടറ അർഷി ഇല്ല ബ്രോ, ഫേസ് ക്യാം ഇല്ല. കാരണം ഫേസ് ക്യാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ചുമ്മാ വന്ന് കുണച്ചിട്ട് ഞാൻ അത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പേടിയാണോ? ആ പേടിയാണ്, അങ്ങനെ കൂട്ടിക്കാം. ഓക്കെ, ഓക്കെ. എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഫേസ് ക്യാം ഇടാം. അല്ലാണ്ട് നിന്റെ ഒന്നും വായിരിക്കുന്ന ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ക്യാം ഇടൂല. ഓക്കെ, അപ്പൊ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫേസ് ക്യാം ഇടും. അല്ലാതെ ഫേസ് ക്യാം ഇടുന്ന പരിപാടി ഇല്ല. കാരണം വെളുപ്പിക്കല്ലോ. ആര് വെളുപ്പിക്കല്? ആ ആ ആ കാണാൻ പൂതിയാന്ന്. കാണാൻ പൂതിയല്ല എനിക്ക്. DC റിയാക്ട് ഉടായിപ്പ് വേണ്ട, ഉടായിപ്പൊന്നും വേണ്ട. ഞാൻ ചാറ്റ് ഇതാക്കി വെച്ചാലോ, ഇമോട്ട് ഓൺലി ആക്കിയാലോ? ഇമോട്ട് ഓൺലി ഇത് നമുക്ക് ഞാൻ ഇതിനല്ല വന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനും കാണിച്ചു തരാനൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ കുറേ നാറികളുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്നാ വിചാരിക്കുന്നത്. ഇവനൊന്നും അതൊന്നും അറിയണ്ട, ഇവനൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവനൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. സോ അത് വേണ്ട. ഇവനെല്ലാം ഈ കോൺട്രവേഴ്സിക്ക് വരുന്ന ടീമാണ്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനും ഇതാക്കാനൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, അതിന്റെ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത് ഡിസേർവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇമോട്ട് ഓൺലി ആക്കിയിട്ട് ഞാൻ ലൈവ് ചെയ്തോളാം. ഓക്കെ, അതല്ലേ നല്ലത്. RP അല്ലേ? അപ്പൊ RP ഉണ്ട്. അപ്പൊ നമുക്ക് RP കളിച്ച് നമുക്ക് അങ്ങ് പോവാം. ഞാൻ ഇതിനെല്ലാം വന്നത് കുറെ കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഇതാക്കാനൊക്കെ വന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് വേണ്ട. ഇവനൊക്കെ ഇവിടെ വന്ന് വെറുതെ ഇതും വിളിച്ച് അങ്ങ് പോയിക്കോട്ടെ. ഇമോട്ട് ഓൺലി മതി, നമുക്കത് മതി. നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് മനസ്സിലായോ? നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് അങ്ങനെ പോവാം. അതല്ലേ നല്ലത്. അതിന്റെ സ്ഥിരമായിട്ട് നമ്മൾ വരുന്ന ആൾക്കാർ മാത്രം ഒന്ന് പറഞ്ഞാട്ടെ. അവര് മാത്രം പറഞ്ഞ നമുക്ക് ഇമോട്ട് ഓൺലി ഇട്ട് RP കളിച്ച് പോയാൽ പോരെ. അല്ലാണ്ട് ഇവനൊന്നും വെറുതെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ പോണെങ്കിൽ ചിരി വരുന്നോ? അല്ലേ? ഓക്കെ 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 ഓക്കെ, നമുക്ക് അത് മതി. ഓക്കെ, അപ്പോ അപ്പം കുത്തിത്തിരിപ്പാക്കാൻ വന്ന നാറികളെല്ലാം വിട്ടോ. നിങ്ങൾക്ക് ഇവിടെ റോളില്ല, ഇന്നില്ല, പിന്നെ പറയാം. അപ്പൊ വിട്ടോ. ഓക്കെ, ഞാൻ ഇമോട്ട് ഓൺലി ആക്കിയാണ്. കാരണം എൻ്റെ ആൾക്കാർക്ക് അത് മതി. നമ്മൾ RP കളിച്ച് നമ്മളെ ഇതുമായിട്ട് നമ്മൾ പോയിക്കോളാം. സോ നിങ്ങളെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ വിട്ടോ. എവിടെയെന്ന് വെച്ചാൽ എവിടുന്നാണോ വന്നിന് അടുത്തേക്ക് വിട്ടോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഫേസ് ക്യാം ഉണ്ട്. ഫേസ് ക്യാം നമുക്ക് ഇടാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഈ മറ്റേ കോൺട്രവേഴ്സിക്ക് വന്ന നാറികളെല്ലാം ഒന്ന് പോട്ടെ. മനസ്സിലായോ? ഇവന്മാരൊന്നും ഇടാ വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരെല്ലാം പോട്ടെ. ഇവന്മാര് പോട്ടെ. അല്ലാണ്ട് വെറുതെ ഇവന്മാർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പോവാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവന്മാരൊന്നും ഇത് കാണിച്ചിട്ട് കാര്യമില്ലടാ. മറ്റേ പടം ഉണ്ടല്ലോ, ഏതാണ്, നെസ്ലിന്റെ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ അതാണ് അതിന്റെ സംഭവം. മനസ്സിലായി? ഇവരെല്ലാം എന്ത് ഇതാക്കിയാലും ഇവർക്കെല്ലാം വിശ്വസിക്കാൻ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ മാത്രമേ അവർ വിശ്വസിക്കൂ. ഇപ്പൊ എന്തൊക്കെ കാര്യം ചെയ്തിട്ടാണെങ്കിലും, എന്തൊക്കെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നും ഇതുണ്ടെന്നും അതിനുള്ള എല്ലാ പ്രൂഫും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇവനെല്ലാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരത് വിശ്വസിച്ച് അങ്ങനെ പോയിക്കോട്ടെ. അതല്ലേ നല്ലത്. അവരത് വിശ്വസിച്ച് അങ്ങ് പോയിക്കോട്ടെ. നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരത് വിശ്വസിച്ചോട്ടെ. അവരെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അപ്പൊ അതുമായിട്ട് അവർ പോട്ടെ. അപ്പൊ യുവന്മാരൊന്നും വെറുതെ നമ്മള് എന്താ പറയാ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സിക്ക് വന്ന ആൾക്കാർ ആ വഴിക്ക് അങ്ങ് പോയിക്കോ. ഓക്കെ, നമുക്ക് നിങ്ങളെ ആവശ്യമില്ല.
നമ്മളിവിടെ RP കളിച്ച് ഞാൻ പോയിക്കോളും, എനിക്ക് അതിൻ്റെ ഇതുണ്ട്. അപ്പം ആ രീതിയിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, കോൺട്രവേഴ്സിൻ്റെ ആൾക്കാർ ഇവിടെ വരണ്ട. ഓക്കെ, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വേണ്ട. അത് ഡിസേർവ് ചെയ്യുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അല്ല നല്ലത്, അത് മതി. കാരണം ഈ പറഞ്ഞ പോലെ ഇവനെല്ലാം തെളിയിച്ച് ഇവനെല്ലാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും ഇനിയിപ്പോ എന്തെല്ലാം പറഞ്ഞാൽ പോലും ഇവനെല്ലാം വേറെ കുറേ പറയാനും ഇതാക്കാനും ഉണ്ടാവും. അപ്പൊ ഓനെല്ലാം അത് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കട്ടെ. അവര് അവരങ്ങനെ വിശ്വസിച്ച് അവരെ ഇതിലങ്ങനെ പോട്ടെ, അതല്ലേ നല്ലത്. വെറുതെ ഞാനെന്തിനും ഇവനോടെല്ലാം ഈ പറഞ്ഞ പോലെ തെളിയിക്കേണ്ട ആവശ്യം? അനക്ക് എന്റെ ജീവിതം എന്നെ തെളിയിക്കുക, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇതാക്കുക എന്നല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ തെളിയിക്കണ്ടോ വിശ്വസിപ്പിക്കേണ്ടയോ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, കാരണം ഈ നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പരിപാടി ഞാൻ നിർത്തി. ഞാൻ എൻ്റെ ഇതില് പോയിക്കോളാം, മനസ്സിലായോ? അതാണ് എനിക്കും നല്ലത്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലത്, മനസ്സിലായോ? പക്ഷെ എന്നാലും ചാറ്റിലായിട്ട് ഒരു സുഖമില്ല കേട്ടോ. ഇവന്മാരെ തെറിവിളിയും കരച്ചിലും ആണെങ്കിലും ഒന്ന് കണ്ടു നോക്കട്ടെ. ഒറ്റ മിനിറ്റ് ഒന്ന് ഓഫാക്കി നോക്കട്ടെ, എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. അണ്ടി അല്ല, വേണ്ട, അല്ലോ, വേണ്ട 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 വേണ്ട. യാ റബ്ബേ, കോൺട്രവേഴ്സി, എന്ത് കോൺട്രവേഴ്സി? ഞാൻ ഈ പറഞ്ഞ എന്റെ പ്രഷറും ഇതും കൊണ്ട് ഞാൻ എന്തെല്ലോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. എനിക്ക് ഇനി അതിന് താല്പര്യമില്ല, മനസ്സിലാവും? ഫേസ് ക്യാം വേണ്ട ഗൈസ്, നമുക്ക് ഇന്നിങ്ങനെ കളിക്കാം. RP അല്ലേ, നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, ഷമീർ ഫസ്റ്റ് ഫേസ് ക്യാം ഓഫ് ലൈവ്. കാര്യമല്ലേ, എൻ്റെ ആദ്യത്തെ ഫേസ് ക്യാം ഇതായിട്ടുള്ള ലൈവാ, സത്യം, അത് സത്യം. എന്താ ഇവന്മാരെ കിടന്നിങ്ങനെ തെറി വിളിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ വിളിക്കട്ടല്ലേ, എന്താന്ന് ചെയ്യണ്ടേ? വേണ്ട, നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് പോയാൽ പോരെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്കറിയാം. ബാക്കി പിന്നെ ഈ കണ്ട കോൺട്രവേഴ്സിക്ക് വന്ന മൈരന്മാരോട് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. സോ നമുക്കത് ഇമോട്ട് ഓൺലി തന്നെ ആക്കാം. അവന്മാര് മതി, അവന്മാരെ ചില ഇവിടെ കിടന്ന് ചിലക്കണ്ട, വിട്ടോ. ഓക്കെ, ഇതെന്താ നമുക്ക് ഈ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതാക്കാനുണ്ട്, കുറേ പരിപാടീസ് ഇടുന്നുണ്ട്, മനസ്സിലാ? അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് സമയവുമില്ല. അതുകൊണ്ട് പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ കുറേ ഇതിൽ പെട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഇനി അങ്ങോട്ട് RP ആയിട്ട് മാത്രം മുമ്പോട്ട് പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ആൾക്കാർ മാത്രം മതി, ബാക്കി ആരും ഇവിടെ ആവശ്യമില്ല. ബാക്കി എല്ലാവരും വിട്ടോ. RP ആണാനുള്ള ആൾക്കാർ മാത്രം ഇടുണ്ടായാൽ മതി. ഇതേതോ ഡ്രസ്സ്? ഇതല്ലല്ലോ ഞാൻ ഇട്ട ഡ്രസ്സ്. ഇതേതോ ഗ്യാങ് ഡ്രസ് എന്തോ കേട്ടാ. ഇതേതോ ഡ്രസ് ഒരു ഓക്കെ, കൊച്ചാപ്പിന്നെ അമ്പലത്തിൽ വിളിയോ? ചാറ്റില്ലാത്തോണ്ട് ഇതൊന്നും ചോദിക്കാനും കഴിയില്ലല്ലോ. അയ്യോ, നമുക്ക് എന്തെല്ലാം പണിയുണ്ടല്ലോ. അന്ന് നമ്മൾ എങ്ങനെയാണ് ലൈവ് എൻഡ് ചെയ്തത്? നമ്മളെ കയ്യിൽ പൈസന്റെ ഇടപാടുണ്ട്, ബിസിനസ് തുടങ്ങണം. അതിന് ശേഷം എന്തെല്ലാം സംഭവിച്ചു പുല്ല്. ഇത് രണ്ടും കൊണ്ടുപോക്ക് ഭയങ്കര ടാസ്ക് ആട്ടാ. ഈ റിയൽ ലൈഫിൽ പുറത്തെ ജീവിതവും പിന്നെ ഇതും, അതായത് എന്തെങ്കിലും
ഹലോ ഓക്കെ വീരാന്ന് വിളിക്കാം. You have reached. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ. ആ കാറ് വാങ്ങട്ടെ ഇന്ന്. അല്ല ഇതാര്? ഹലോ 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 നിർത്ത്, വണ്ടി നിർത്ത്. ഹലോ ഇതാരാ? ഹലോ പേരെന്താ? நான் இப்பதான் வந்தேன் கத்திட்டு. ആ ഓക്കെ. എന്നെ 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 ഒന്ന് മുതുക്കിലിറക്കോ? வாங்க வாங்க வாங்க. ഉങ്ക പേരെന്നാ? என் பேர் தனலட்சுமி. உங்க பேரு? ധനലക്ഷ്മി. ആ ഓക്കെ ഓക്കെ. എൻ പേര് ഷുക്കൂർ. ஆமாமா. ഷുക്കൂർ. ഹായ് ഷുക്കൂർ. ഹായ് ധനലക്ഷ്മി. ധനലക്ഷ്മി ബാങ്കാണോ? ബാങ്കോ? അല്ല അല്ല. ബാങ്കോ? ഓ അയ്യോ ഇല്ല. ബാങ്കില്ല ബാങ്കില്ല. ഓ ധനലക്ഷ്മി ബാങ്ക്. ഓ ഐ സി. சூர்யா. சூர்யா உங்கட ஆரு? என் தம்பி தான். வா 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 சூர்யா, வா சூர்யா. வந்து கூப்பிடல, இடிக்க கூடாது. அது பிரேக் பிடிச்ச நீ தாண்டி உள்ள வந்துட்ட. மொத்த பொളിയല്ല. இங்கிட்ட வா, நான் கண்ணு வச்சு பிடிக்கிறவன். யாரப்பே? கண்ணு வச்சு பிடி. ஹாய் சூர்யா. இன்னொருத்தி இருந்தாலே அவன் எங்க? ஹாய் சூர்யா. ஹலோ சூர்யா. എന്താ? Hi, nice to meet you. Hello? ஓடா. முதுகு வந்து நிறுக்க, முதுகு வந்து நிறுக்க. இவன் ஏன் இறங்கி குதிச்சா? இவன் നീ ഏൻ കുതിച്ചേ? വണ്ടി നടക്കണ്ട, ഓന് മനസ്സിലാവും. വണ്ടി നടക്കണ്ട. എന്നെ കണ്ടതിന് ഓന് മനസ്സിലാവും. സംഭവം മൊത്തം പൊളിയും. ഫുഡ് സാപ്പിടുறதுக்கு அங்க உட்கார்ந்து சாப்பிடலாம்ல. வா வா. ഹായ് സൂര്യ ബേബി. ഹായ് സൂര്യ ബേബി. என்ன? ഞാൻ ഉങ്ങളെ ആദ്യമായി പാക്കറേ. ஏய் அடங்க, நீ யாருக்கு எனக்கு தெரியுது Dress பார்த்தா? என்ன? யாரு? அவன் BM ஆளு. ആരാ? BM. ഈമോ? ആ. അതെന്നാ? BM இல்ல CM ആ? ആ ഞാൻ CM. ஒழுங்கா போய் பல்கை. அப்புறம் CM BM சொல்லலாம். ആ അതെന്താ? கைஸ் வண்டி ப்ராப்ளம் கைஸ். எடா நான் குதிக்கிறேன். ஓ வண்டில அந்த வண்டி ஏறவே. ധനലക്ഷ്മി ഫ്രീ ആണോ? ആ എங்க പോണോം? എനിക്ക് ഡ്രസ് ഷോപ്പിൽ പോകണം. ഇതാര്? ഒച്ചാപ്പി ആ വണ്ടി കയറ്. ഈ വണ്ടി ഞാൻ കേറുവോ? കേറൂല. നീ ഒരു ധനലക്ഷ്മിയോ? ആ ഇതെന്റെ നീ ഒരു വണ്ടി എടുത്തിട്ട് വാ. വണ്ടി ഉണ്ട്. மார்க் பண்ணுங்க மார்க் பண்ணுங்க. എനിക്ക് മാർക്ക് பண்ண தெரியாது. எந்த ഹലോ. മാർക്ക് பண்ணிட்டேன். എനിക്കൊരു കാർ വാങ്ങണമെന്നുണ്ട്. ധനലക്ഷ്മി ഒരു കാർ സെലക്ട് ചെയ്ത് തരുമോ എനിക്ക്? நீங்க புதுசா இந்த ஊருக்கு? புதுசு. உங்களோட காரு நல்ல ரசம் இருக்கு. அப்போ நீ ஒரு கார் செலக்ட் பண்ணிட்டா அது எனக்கு ரொம்ப எனக்கு கார் செலக்ட் பண்ண தெரியாது. இது gift கிடைச்சது. ആര് ഗിഫ്റ്റ് തന്നത്? என் பிரதரா? എന്നാലും നീ എൻ കൂടെ வந்து கொஞ்சம் சொல்லிட்டா எனக்கு கொஞ்சம் நிம்மதியா எடுக்க முடியும். இப்ப ட்ரெஸ் ஷாப் போணுமா கார் ஷாப் போணுமா? ആദ്യം ഡ്രസ് ഷോപ്പ് പോലാം. ட்ரெஸ் ஷாப் ஓகே.
உங்களுக்கு பாய் ஃப்ரெண்ட் இருக்கா இங்க? இருக்கு. ஆரா? கண்ணாப்பி. ஆ. എനിക്ക് தெரியும், நாங்க ஃப்ரெண்ட்ஸ். ஓ. இங்கதான் ட்ரெஸ் ஷாப் காட்டுது. இது ஆப்போசிட்டா? ஆ. ഡ്രസ് ഷോപ്പിൽ വന്ന വരവാണേ കാണണേ. സോറി. അടിപൊളി കൊള്ളാ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈവിംഗ് കേട്ടോ. താങ്ക് യു. അല്ല എന്നെക്കാട്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. ഡ്രസ് മാറ്റിക്കോங்க. ഓക്കെ. എന്നാ ഇതിനകത്തൊരു ചിരിയൊക്കെ ചിരിക്കത് വണ്ടിക്കകത്ത്. ആ നല്ല ഇങ്ങ് വാ, അടിപൊളി. ഇങ്ങ് വാ, ഇങ്ങ് വാ. എടാ ഞാൻ ഇതിന് മുമ്പ് എടുത്ത ഡ്രസ്സ് വേറെ ഇടാം, പക്ഷെ ഇത് മാറും മാറും. ആ ഇത് പോരെ? അത് കൊള്ളാലോ. കൊറേ സെറ്റ് വെച്ചിണ്ടാ. ആ വാ, എപ്പ സെറ്റ് ചെയ്ത്? അതൊക്കെ ഉണ്ട്. നമ്മളറിയാണ്ട് കേറുന്നുണ്ടപ്പോ. എടാ ഇല്ലടാ, ഇത് മുമ്പാക്കി വെച്ചതാ, മുമ്പാക്കി വെച്ചതാ. എവിടെ ഈ പെങ്കച്ചിനോട് പരിചയപ്പെട്ട് ധനലക്ഷ്മി പോയോ? മറ്റോ കൊണ്ടുപോയെന്നോ? ആര്? മറ്റെന്ന് പറഞ്ഞാല് ഇവിടെ ഒരു വേട്ടാളെ നിൽക്കണ്ടോ? ആ വാ നമുക്ക് പോവാം. ഒരു വരുമ്പോ നമ്മള് കൊണ്ടാകേണ്ട വരും ഇനി. ഏഹ് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഓളയിൽ വണ്ടി ഉള്ളല്ലേ, പോയതായിരിക്കും. ഇല്ല, വണ്ടി പോയി. വണ്ടി പോയോ? ആ ഇത് ധനലക്ഷ്മി. ആ ഇവിടുന്ന് പോയടാ. ഇടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അല്ല നമ്മുടെ ഇതെന്തായി, ബിസിനസ് കാര്യങ്ങളെല്ലാം എന്തായി? ബിസിനസ് ഞാൻ സംസാരിക്കാൻ പോയിട്ടൊന്നുമില്ല. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ മൂഞ്ചും. പൈസ ഒന്നുമില്ലല്ലോ കൊടുക്കണ്ടേ. അല്ല അത് ആരാന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു. ലാസ്റ്റ് നടന്ന ഞാൻ മറന്നുപോയി. നമ്മുടെ മെയിൻ ആളുകളെ വിളിച്ചോ നോട്ടെ. ഇവനയുടെ എക്സിയുടെ വരുമായിരിക്കും. ബോംബെ മച്ചുണ്ട്. ബോംബെ കേറിട്ടില്ലല്ലോ. ആ ബോംബെ ഡീലാക്കി തന്നത്. ആ അടിയിലാക്കി തന്നെ തന്നെ. നമ്മുടെ ഇവള് വരുമോ? വരും. ഒരു 5 മിനിറ്റ് വരെ, 5 മിനിറ്റ് അല്ല 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു കാറ് വാങ്ങാല്ലേ, ഒരു കാർ ആവശ്യം തന്നെ അല്ലേ? എടുക്കാം. ഉണ്ടാക്കി വന്നോ? അമ്പുരാനറിയാം. ഫണ്ട് പോയിട്ടുണ്ടാവില്ലല്ലോ, നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല. പിന്നെ നമ്മളൊരു പ്രൂഫ് ഉള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വരും. നമ്മളെ പോക്കിരി പിന്നെ ഒരു വിവരമില്ലല്ലോ മൂപ്പര. പിന്നെ വിവരമില്ല. എനിക്ക് തോന്നുന്നു ഇവളിന് വരുമെന്ന് തോന്നുന്നില്ല കേട്ടാ. വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. നമ്പർ ഇല്ല, നമ്പർ കൊടുത്തില്ല. അല്ല ഓള് ഇതാക്കുമായിരിക്കും, മാനേജ് ചെയ്യുമായിരിക്കും. നമുക്ക് പോവാം. ഇല്ല ഇതാണോ? ഹലോ എന്നെ മേഡം ഞങ്ങൾക്ക് ഇല്ല സാർ. നമ്മളല്ല നമ്മളെന്താ വെടിവെക്കാണ്ടിയുമായിട്ട് തോന്നുന്നുണ്ടാ മേഡത്തിന്? മേഡം നമുക്ക് വെടിവെക്കാൻ தெரியாது. ഒരു പൂച്ചയെ കൂടെ വെടിവെക്ക தெரியாது മേഡം വെടിവെക്ക தெரியாது മേഡം. அப்படியா? മേഡത്തിന്റെ പേര്? அப்புறம் பார்க்கலாம். என்னோட பேரு வந்து மியோரா.
ആ ആ ആ ரொம்ப நாள் கழிச்சு வரீங்களோ ഞാനല്ല മേഡം, ഞങ്ങൾക്ക് രണ്ടുപേരും വെടിവെപ്പ് தெரியாது. நீங்க ரொம்ப நல்லா தெரியும். ഓൾഡ് ക്യാരക്ടർ താനേ, அந்த ക്യാരക്ടർ மட்டும் മാറുമെന്ന് நினைக்கிறேன். എനിക്ക് പരിചയമുണ്ടോ? ആ പിന്നെ പരിചയമുണ്ട്, ആ പക്ഷെ നമ്മളധികം പരിചയപ്പെടില്ല, പക്ഷെ എനിക്കറിയാം ആണോ? മാഡത്തിനെ. ആ ശരി ശരി. ഇവിടെ എനിക്ക് ID കാർഡ് പീഡിയുടെ താനാ കിടക്കാം. ആ ഇത് ധനലക്ഷ്മി അല്ലേ? ഹായ് ധനലക്ഷ്മി. ഇത് നാന്താ ശുക്കൂർ. ശുക്കൂർ. என்ன வண்டி காணாம போயிடுச்சு. முத்துக்குறைக்கு டிராப் ஆ பண்றீங்களா? ட்ராப் பண்ணலாம், எது ப்ராப்ளம் இல்லை. நீங்க என்ன ஹெல்ப் பண்ணா நான் உங்க ஹெல்ப் பண்ண ஓகே. அந்த மாதிரி தானே. അത്രേ ഉള്ളൂ. അല്ല ID കാർഡൊക്കെ എടുത്താ നിങ്ങൾ രണ്ടുപേരും? ഞാനും എടുത്തിട്ടില്ല. ഐഡി കാർഡോ? ആ ഇവിടെ ഐഡന്റിറ്റി കാർഡ് എന്താ സാധനം ഇവിടെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഐഡന്റിറ്റി കാർഡ് ഇருக்கு. അത് എവിടുന്നാ എടുക്കുന്നത് ധനലക്ഷ്മി? അവിടെ പിടിയില പോയി. പീടിയിൽ പോയിട്ടല്ല. ഓക്കെ ഓക്കെ, ആമാ. നമുക്ക് പോവാം. തമിഴാ? ஆமா. உங்க பேரு? എന്നോട് പേര് കൊച്ചാപ്പി. കൊച്ചാപ്പി ശുക്കൂർ. ഓക്കേ ഓക്കേ. ഓക്കേ, താങ്ക് യു. താങ്ക് യു. Okay. വെൽക്കം. താങ്ക് യു. Okay. ബൈ. ഓക്കെ. എന്നാ പിന്നെ ആദ്യം പീടിയിൽ പോവാം. ആ വീടില്ല. അല്ല നമ്മളെ എക്സ്എൽ എവിടെ? ഓടുന്നേ ഇനി വേറെ ബാക്കിലാ? എവിടെയാക്കണ്ടേ? ബാക്കിലോ ഫ്രണ്ടിലോ? ഇടിച്ചാലും കുഴപ്പമില്ല. ഇത് ആര്? എന്റെ കൊണ്ടാടി. ആ നമ്മള് ഫുഡ് ഉപകാരിയായി മാറുകയാണല്ലോ. കാര്യം നമുക്ക് പിന്നെ എവിടെ പോയാലും ഉപകാരം ചെയ്യേണ്ട അവസ്ഥ. അല്ല നമുക്ക് പെണ്ണൊന്നില്ലാത്തോണ്ടേ എന്തെല്ലാം കാണണം. അയ്യോ പേര് വല്ലതും മാറ്റിയോ നീ? ആര്? ഞാനോ? ഷുക്കൂർ എന്നൊക്കെ പറഞ്ഞു. ഇല്ലില്ല. നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഷുക്കൂറാന്നൊക്കെ പറഞ്ഞു. അല്ല ഇനിയിപ്പോ കയ്യില് ഗണ്ണുണ്ടോ? ഇല്ലല്ലോ. ഇടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. മണി ഇടിയിൽ മണി ഇല്ലല്ലോ. മണി മറ്റേ എത്രയാന്ന്? ബ്ലാക്ക് ഉണ്ടല്ലോ അതില്. ബ്ലാക്ക് കൊണ്ടുവരാൻ പാടില്ല. ആ കുഴപ്പമില്ല. ചേട്ടൻ ഓണാക്കാൻ തോന്നുന്നല്ലേ? നാറികളെല്ലാം പോയി നമുക്ക് തോന്നുന്നു. ഓണാക്കി നോക്കാം, മാറ്റി നോക്കാം. ആരെയും മന്നോ ലോക്ക് ചെയ്ത ഡോർ ലോക്കാണോ? ഗണ്ണുണ്ട്. അയ്യോ എടാ ഗണ്ണുണ്ട് എൻ്റെ കയ്യില്. ഗണ്ണുണ്ട്. അയ്യോ അല്ല അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അത് കുഴപ്പമില്ലല്ലോ. ഏത് നോറോ പിസ്റ്റനാണോ? ആ നോർമൽ ഇത് AR. ഹലോ, പേര് ശുക്കൂർ. ഇതാരാ? ശംഭുവോ? തമ്പുവാ? നിങ്ങളൊക്കെ ആരാ? ബോഡി ഗാർഡ്സ് ആണോ? ആരാ? ഈ പയ്യന്റെയോ? ആ ഫോൺ എടുക്കാം. എന്താ നിങ്ങള് എന്താ ചെയ്യുന്നേടാ? ബിസിനസ് ചെയ്യാണ്. എന്താ ബിസിനസ്?
നമ്മളെല്ലാ ബിസിനസ്സും ചെയ്യും. ഇപ്പൊ നമ്മളൊരു ഓട്ടോഷോ നടത്തുന്നുണ്ട്. എങ്ങനെ ഒരു ഓട്ടോഷോ നടത്തുന്നുണ്ട്. മനസ്സിലായില്ല? ഓട്ടോ ഷോ. ഓട്ടോ ഷോ. ഓട്ടോ. ഓക്കേ. എവിടെയാ? ലൊക്കേഷൻ നമ്പർ എവിടെയാ? പറയോ? അറിയിക്കാം നമ്പർ ഷെയർ അറിയിക്കാം. തരാം. എങ്ങനെ? നമ്പർ ഷെയർ തരാം. ആ നമ്പർ പറ. 2001 നമ്പർ. കിട്ടുന്നില്ല, കിട്ടില്ല. 2001. ആ നമ്പർ കിട്ടി. ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. തമ്പക്കുട്ടൻ. ആ തമ്പക്കൂട്ടന്റെ ഡാഡി എന്ത് ചെയ്യും? അത് ഇവിടെ ഉണ്ടാവും. ഒരു നമ്പർ വിളിക്കുന്നു. ഹലോ ഹലോ. ആ കേക്കാം. ഓക്കെ. ഈ നമ്പറിലേക്ക് ഇപ്പൊ ഒരു ഫോട്ടോ അയച്ചേരാ. എങ്ങനെ? ഒരു ഫോട്ടോ അയച്ചു തരുന്നു. ഫോട്ടോ അയച്ചുതരാം. ആ ശരി. പോലെ ഒരു മിനിറ്റ്. ഇല്ല പോകുന്നില്ല, ഒരു മിനിറ്റ്. കാർ വാങ്ങിക്ക്. വാങ്ങാം. ഇതെങ്ങനെ കാറിൽ വെക്കല്? ആ ഓക്കെ. ബുള്ളറ്റ് വെക്കണോ? ആ അതും വെച്ചു. ഞാൻ അവിടെ ലോക്കറിൽ കൊണ്ട് വയ്ക്കാം. എന്റെ കയ്യിലോട്ട് വെക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് വരാം. ഹലോ സുക്കൂർ. ആ പറഞ്ഞോ. എങ്ങനെ? ഹായ് വന്നാ. ഹായ് വരാനോ? ആ ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് വന്നിട്ടുണ്ടോ നോക്കട്ടെ. ആ തമ്പുക്കുട്ടൻ ബ്ലാക്കിന്റെ ബിസിനസ് ഉണ്ടോ? ഇല്ല നമ്മള് വൈറ്റാണല്ലേ. ആ നമ്മള് നിയമത്തിനെതിരായിട്ടൊന്നും കളിക്കൂല. അതെ, നമ്മൾ ഓക്കെ. നല്ലതല്ലേ. ഇതെന്താ സംഭവം? നിങ്ങളിൽ എത്ര പൈസ ഉണ്ട് മൊത്തം? എന്റെ ഇപ്പൊ ഒരു 250 കോടി ഉണ്ടാവും. 250 കോടി. 250 കോടി. എന്റെ 10,000-4,000 കോടി ഉണ്ട്. കയ്യിലെച്ചാ. ഓക്കെ ബാ നമുക്ക് പീടി പോവാൻ. റീലോഗ്. ആ അതന്നെ. നമുക്ക് അപ്പുറം പോയിട്ടല്ലോ കൊണ്ടുവച്ചിട്ട് ഫീഡ് ചെയ്ത് അല്ല കൊണ്ട് നമ്മൾ കാറിൽ വെച്ചല്ലോ. ഞാനിട്ട് കാര്യമില്ല. ആണോ? കാരണം ചിലപ്പോൾ ബഗ്ഗായി പോയി കഴിഞ്ഞാൽ പണി കിട്ടണം. അത് ഓക്കെ. കാരണം ഇവിടുത്തെ വെട്ടക്ക ടീമുണ്ട് ചില കാറിന്റെ ഇതെല്ലാം തുറന്നോ? ഞാൻ എടുത്ത് എന്റെ കൈ വെച്ചത് മാറ്റിപ്പോ അല്ല വണ്ടിക്കകത്തല്ലേ വെച്ചേ. ഞാൻ എന്റെ പോക്കറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ഞാൻ എടുത്ത് ഞങ്ങൾക്ക് അവിടെ ലോക്കറിൽ കൊണ്ടുപോകാം. അവിടെ കൊണ്ട് വയ്ക്കാം. ശരിയാവില്ല. പുറത്തത് വിളിക്കണ അലക്സേ. ഇതാരെ വേറെ ആരാണ്ടൊക്കെ റേഡിയോ തരേണ്ടി വരും. ഹലോ റേഡിയോ വേറെ ആരാണ്ടൊക്കെ കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ റേഡിയോ അല്ലേ? ഇങ്ങനെ ഇത് പബ്ലിക്കാ. പക്ഷെ നമ്മളങ്ങ് ചൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ ആരാണ്ടൊക്കെ വന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ആണോ? ഇത് ലോക്കറിൽ വെച്ചാൽ ഞാൻ തിരിച്ച് വണ്ടിക്കകത്ത് തന്നെ വയ്ക്കാവേ. എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ലോക്കറിന്റെ അകത്ത് വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒന്നും ഇട് കയറിയിട്ട് ഇருக்கு. ആ എന്താക്കണ്ടേ? അത് ട്രാക്ക് ചെയ്ത് പോക്കറ്റിലോട്ട് തന്നെ ഇടും. എന്നിട്ട് അകത്ത് കൊണ്ട് വെക്ക്. ബുള്ളറ്റും കൊണ്ട് വെച്ച് കേട്ടോ. ബുള്ളറ്റും വെക്കണോ? ആ അതിന്റെ ബുള്ളറ്റും വെക്കണം. ഓക്കെ. എന്റെ പേര് അലക്സ്. നമ്മള് കുറച്ച് ദിവസമായിട്ട് ഈ റേഡിയോ തന്നെ ഉണ്ട്. ഏത് അലക്സ്? അലക്സ് ജോൺ. ഏത് ഫാമിലുണ്ടോ ബ്രോ? ഇല്ല. കുറച്ചായിട്ടുണ്ടല്ലോ. ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് ഇവിടെ അത് കേറില്ല. നമ്മള് പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. യൂസ് ചെയ്ത് നമ്മള് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റേഡിയോയിൽ കേറി ഉണ്ടായിരുന്നത്. ഇന്ന് വന്നിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഇറങ്ങിക്കോളാം. നമ്മള് കുറച്ച് നാള് മുമ്പ് ഇതിലായിരുന്നു സ്ഥിരമായിട്ട്. പിന്നെ ഒരു അടുപ്പിച്ച 1 വീക്ക് ആയിട്ട് കുഴപ്പമില്ല. യൂസ് ചെയ്ത് കുഴപ്പമില്ല. ജലജ ഇറങ്ങിക്കോ. ആദ്യം കാറ് വാങ്ങാൻ പോവാ. ഐഡന്റി കാർഡ് മേടിക്കാം.